നമ്മുടെ ഹോസ്പിറ്റലിൽ ഗ്രേപ്സ് ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻസ് ഭയങ്കര റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം 2-3 കാര്യങ്ങൾ ഗ്രേപ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 18-20 കൊല്ലം മുമ്പ് ഹോസ്പിറ്റലുകളിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻസും ഓട്ടോമേറ്റഡ് ബില്ലിങ്ങും ഇൻ ഫാർമസി. എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ബില്ലിംഗ് കൊണ്ടുവന്നത് ഗ്രേപ്സ് ആണ്. അത് കഴിഞ്ഞ് ഒരു പതിറ്റാണ്ടെങ്കിലും കഴിഞ്ഞു മറ്റ് പല സോഫ്റ്റ്വെയറുകളും അത്തരത്തിലേക്ക് എത്തിപ്പെടാനായിട്ട്. ഇന്ന് ധാരാളം പേരത് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹിസ്റ്ററി അറിയാവുന്നവർക്കറിയാം. മെഡിക്കേഷൻ എറർ മൂലമുണ്ടായ ഡെത്തിൽ നിന്നാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനൊരു കാരണമുണ്ടായി. എൻ്റെ വീട്ടിലൊരു ട്രാജഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളിൽ കിടന്നതുകൊണ്ട് തന്നെ ഒരു ഇന്നൊവേഷൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിശക്തമായ ഒരു ചിന്തയുണ്ടായിരുന്നു, പ്രിസ്ക്രിപ്ഷൻ എറർ സംഭവിക്കരുത് എന്നത്. കാരണം ഡോക്ടർ കാക്ക ചെയ്തയുന്നത് പോലെ എഴുതിയിട്ട അക്ഷരക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് തപ്പിപ്പിറക്കിയെടുത്തൊരു മരുന്ന് ഊഹിച്ചെടുത്ത് കൊടുക്കുമ്പോൾ രോഗിയുടെ ജീവിതം എത്ര ദിവസത്തേക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ചെന്നുപെടും എന്നത് നിശ്ചയമുള്ള കാര്യമാണ്. ഒരാൾ നിശ്ചയദാർഢ്യത്തോടുകൂടി എനിക്ക് കൃത്യമായ മരുന്നുകൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അയാൾ വ്യക്തമായി എഴുതാൻ തുടങ്ങും എന്നത് അവിടുത്തെ അടയാളപ്പെടുത്തലാണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾ അത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ എത്രമാത്രം സേഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുമാണ്. അതേസമയം ഗ്രേപ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതിയാലും ഗ്രേപ്സ് അതിനെ കൃത്യമായി അടയാളപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോവുകയും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ തരികയും ജനറിക് കോമ്പോസിഷൻസ് മാൻഡേറ്ററി ആയിട്ട് അവിടെ പ്രിൻ്റ് തരികയും ഡോക്ടറുടെ രജിസ്റ്റർ നമ്പറും ഡീറ്റെയിൽസും ആ പ്രിസ്ക്രിപ്ഷൻ്റെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാകുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിംഗ് നടക്കുന്നത് കൊണ്ട് അധികം ഡീറ്റെയിൽസ്. എന്നാൽ വൈറ്റമിൻസും മിനറൽസും ആണെങ്കിൽ നമുക്ക് അവിടെ അത് ഇഗ്നോർ ചെയ്യാൻ, കാരണം ഒരുപാട് സ്പേസ് യൂട്ടിലൈസേഷൻ വരുന്നതിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. എന്നാൽ അതർ കെമിക്കൽ കോമ്പോസിഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഗ്രേപ്സ് അവിടെ പ്രിൻ്റിൽ തരുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഡോക്ടർ എഴുതുമ്പോൾ കൃത്യമായി ജനറിക് കോമ്പോസിഷൻസ് എഴുതണം. മനുഷ്യർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തെറ്റുണ്ടാകാത്ത വിധത്തിലായിരിക്കണം ഡോസേജും സ്ട്രെങ്തും ഇൻസ്ട്രക്ഷൻസും ഡ്യൂറേഷനും ഒക്കെ അവിടെ എഴുതേണ്ടത്. ടോട്ടൽ ക്വാണ്ടിറ്റി ഡോക്ടർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ട. ഗ്രേപ്സിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ എഴുതിക്കൊള്ളും. നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ നിർബന്ധമാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെഡിസിൻസും അവിടെ എഴുതണം. ഡോക്ടർ ഒ പിയിലാണെങ്കിലും ഐ പിയിലാണെങ്കിലും പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡ് നമ്പറും പേരും ഏജും നിർബന്ധമായും പ്രിസ്ക്രിപ്ഷനായിട്ട് എഴുതിയിരിക്കണം. ഒരു പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് നമുക്ക് കൃത്യമായിട്ടും ഒരു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, അതിനകത്ത് ദ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസസ് ആൻഡ് ഇറ്റ്സ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് ഡോക്യുമെൻ്റ് ഉണ്ട്. ഗ്രേപ്സിൻ്റെ സൈറ്റിൽ നിന്നും ഗവൺമെൻറ് സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു MOM-4Bയിൽ നമ്മൾ കാണുന്നത് ഓർഗനൈസേഷൻ അഡ്ഹിയേഴ്സ് ടു ദ ഡിറ്റർമിൻഡ് മിനിമം റിക്വയർമെൻറ്റ്സ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ. മരുന്ന് എഴുതി 2 വര ഇട്ട് വിടാൻ അല്ല. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവിടെ പേഷ്യൻറ്റിൻ്റെ പേരുണ്ടാവണം, MR നമ്പർ ഉണ്ടാവണം, അവരെക്കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ആ ഡ്രഗിൻ്റെ പേര് വിത്ത് ജനറിക് കോമ്പോസിഷൻ നെയിം, അതിനകത്ത് സ്ട്രെങ്ത്, ഡോസേജ്, ഇൻസ്ട്രക്ഷൻസ്, ഡ്യൂറേഷൻസ്, ഡോക്ടറുടെ പ്രിസ്ക്രൈബിങ് ഡോക്ടറുടെ പേര്, രജിസ്റ്റർ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഉണ്ടാകണം. കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് MOM-4B.